ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. നമ്മളിൽ പലരെയും അലട്ടുന്ന ഒന്നാണ് ശനിദോഷം അല്ലെങ്കിൽ ഏഴരശനി, കണ്ടകശനി തുടങ്ങിയ കാലഘട്ടങ്ങൾ. ശനി എന്ന് കേൾക്കുമ്പോഴേ ഭയപ്പെടുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. എന്നാൽ ശനിദേവൻ ക്രൂരനല്ല, മറിച്ച് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഫലം തരുന്ന ഒരു നീതിദേവനാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ വരുത്താൻ കഴിയുന്ന വളരെ ലളിതമായ കാര്യങ്ങളാണ് ശനിദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ശനിദേവന്റെ അനുഗ്രഹം നേടാനും ആയിട്ട് ഒരു 10 കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ വലിയ ചെലവില്ലാതെ കുറച്ചു സമയം അതിനായിട്ട് മാറ്റിവെച്ചാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അതിലൂടെ ശനിദേവന്റെ ദോഷങ്ങൾ കുറയ്ക്കാനും അതിൻ്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നക്ഷത്രം കമൻറ്റ് ചെയ്യണം. ഞങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും നിങ്ങളെയും കൂടി ഉൾപ്പെടുത്തുന്നതാണ്. ഒന്നാമതായിട്ട് പറയുവാനുള്ളത് ശനിയാഴ്ചകളിലെ വ്രതാനുഷ്ഠാനത്തെക്കുറിച്ചിട്ടാണ്. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതം നോൽക്കുന്നത് ശനിപ്രീതിക്ക് ഏറ്റവും ഉത്തമമാണ്. അന്ന് പൂർണ്ണമായോ അല്ലെങ്കിൽ ഒരു നേരം മാത്രം പച്ചരി ഭക്ഷണം കഴിച്ചോ വ്രതമെടുക്കാം. മാംസാഹാരം പൂർണ്ണമായി ഒഴിവാക്കുക. അത് നിങ്ങൾക്ക് ശനിദേവന്റെ അനുഗ്രഹം കിട്ടാനായിട്ട് ഏറെ സഹായിക്കും. രണ്ടാമതെന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ വൈകുന്നേരം വീടുകളിലോ അല്ലെങ്കിൽ ശാസ്താക്ഷേത്രത്തിലോ എള്ളുവിളക്ക് തെളിയിക്കുക എന്നതാണ്. കറുത്ത തുണിയിൽ അല്പം കറുത്ത എള്ള് കിഴികെട്ടി നല്ലെണ്ണ ഒഴിച്ചു വേണം ഈ വിളക്ക് കത്തിക്കാൻ. ഇത് ശനിദോഷത്തിന്റെ കാഠിന്യം വൻതോതിൽ കുറയ്ക്കുമെന്നുള്ളതാണ്. നമ്മുടെ വീടുകളിൽ എള്ള് വിളക്ക് തെളിയിക്കുന്നത് തന്നെ വളരെ സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ കൂടിയാണ്. മൂന്നാമത്തേത് അയ്യപ്പസ്വാമി ഭജനമാണ്. ശനിയുടെ അധിപനായ അയ്യപ്പസ്വാമിയെ അല്ലെങ്കിൽ ധർമ്മശാസ്താവിനെ ഭജിക്കുക എന്നുള്ളതാണ്. ശനിയാഴ്ചകളിൽ ശാസ്താ ക്ഷേത്ര ദർശനം നടത്തുകയോ വീട്ടിലിരുന്ന് സ്വാമിയെ ശരണമയ്യപ്പ മന്ത്രങ്ങളോ ശാസ്താ സ്തുതികളോ ജപിക്കുന്നത് നിങ്ങൾക്ക് ഏറെ ഗുണം ചെയ്യും. നാലാമത്തേത് ഹനുമാൻ ചാലിസ പാരായണമാണ്. ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക എന്നതാണ് ഒരു കാര്യം. ഹനുമാൻ ഭക്തരെ ശനിദേവൻ ഉപദ്രവിക്കില്ല എന്നാണ് വിശ്വാസം. അതിനാൽ ദിവസവും അല്ലെങ്കിൽ എല്ലാ ശനിയാഴ്ചകളിലും ഹനുമാൻ ചാലിസ ഭക്തിപൂർവ്വം ചൊല്ലുന്നതും വളരെ നല്ലതാണ്. അഞ്ചാമത്തെ കാര്യമെന്ന് പറയുന്നത് ശനിദേവന്റെ വാഹനമായ കാക്കകൾക്ക് ദിവസവും രാവിലത്തെ ഭക്ഷണം നൽകുക എന്നുള്ളതാണ്. അത് ശുദ്ധവൃത്തിയോടുകൂടി തന്നെ നമ്മൾ കൊടുക്കണം. രാവിലെ നമ്മൾ പാകം ചെയ്യുന്ന ഭക്ഷണത്തിൽ നിന്നും ഒരു ചെറിയ പങ്ക് കാക്കയ്ക്ക് നൽകിയ ശേഷം മാത്രം നമ്മൾ കഴിക്കുക. ഇത് ശനിയെ പ്രീതിപ്പെടുത്താനുള്ള ഏറ്റവും ലളിതമായ മാർഗമാണ്. നമുക്കിതൊക്കെ ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആറാമത്തത് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. കറുത്ത വസ്ത്രങ്ങൾ, എള്ള്, പുതപ്പ് അല്ലെങ്കിൽ ചെരുപ്പ് എന്നിവ പാവപ്പെട്ടവർക്കോ ആവശ്യമുള്ളവർക്കോ ദാനം ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ചകളിൽ അന്നദാനം നടത്തുന്നതും ശനിദോഷങ്ങൾക്ക് വലിയ ഒരു പരിഹാരമാണ്. ഏഴാമത്തെന്ന് പറയുന്നത് ശനിദേവൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം നന്മയുള്ള പ്രവൃത്തികളാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ന്യായാധിപൻ കൂടിയാണ് ശനിദേവൻ എന്ന് പറയുന്നത്. അപ്പോൾ വീട്ടിലെ പ്രായമായവരെയും മാതാപിതാക്കളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരെ വിഷമിപ്പിക്കാതിരിക്കുക. മുതിർന്നവരുടെ അനുഗ്രഹമുള്ളവരെ ശനിദോഷം ബാധിക്കില്ല എന്നാണ് വിശ്വാസം. ഈ ശനിദോഷം ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തിൽ തന്നെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടി നമ്മുടെ സ്വഭാവം കുറച്ചും കൂടി നല്ലതാക്കുക എന്നുള്ളതാണ് ശനിദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള വലിയ ഒരു മാർഗം. നമ്മുടെ പെരുമാറ്റങ്ങൾക്ക് തന്നെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. എട്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് തൊഴിലാളികളോട് കരുണ കാണിക്കുക എന്നുള്ളതാണ്. അധ്വാനിക്കുന്നവരോടുള്ള നമ്മുടെ പെരുമാറ്റമാണ് ശനിദേവൻ കഠിനാധ്വാനത്തിന്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ വലിപ്പ ചെറുപ്പമില്ലാതെ ആൾക്കാരോട് നല്ല രീതിയിൽ പെരുമാറാൻ നമ്മൾ പഠിക്കണം എന്നുള്ളതാണ്. നമ്മുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെയോ അല്ലെങ്കിൽ സമൂഹത്തിൽ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവരെയോ ഒക്കെ ദ്രോഹിക്കാതിരിക്കുക എന്നുള്ളത് ഈ ശനിദോഷ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അവർക്ക് അർഹമായ കൂലി കൊടുക്കുക, അത് കൃത്യസമയത്ത് നൽകുക, അവരുടെ ബുദ്ധിമുട്ടുകളിൽ നമുക്ക് ഒരു കൈത്താങ്ങാകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിൽക്കുക. ഇതൊക്കെ ശനിദേവന്റെ കോപം കുറച്ചൊഴിവാക്കാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. ശനിദേവൻ എപ്പോഴും നീതിദേവതയാണ്. അപ്പോൾ നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമുക്കുള്ള ശനിദോഷങ്ങളെ കുറയ്ക്കാനായിട്ട് അത് കാരണമാകും.
9-ാമത്തെന്ന് പറയുന്നത് ശനിയാഴ്ചകളിൽ കറുപ്പോ നീലയോ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം കറുത്ത എള്ളിട്ട് കുളിക്കുന്നത് ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെയും ശനിദോഷങ്ങളെയും അകറ്റാനായിട്ട് ഇത് സഹായിക്കും. 10-ാമത്തത് നാമജപമാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. വലിയ മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ ഒന്നും അറിയില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ടതില്ല. ശനിയാഴ്ചകളിൽ രാവിലെയും വൈകുന്നേരവും വീടുകളിൽ വിളക്ക് കൊളുത്തി വച്ച് ഓം ശനിദേവായ നമ എന്നോ അല്ലെങ്കിൽ സ്വാമിയെ ശരണമയ്യപ്പ എന്നോ ഉള്ള ലളിതമായ നാമങ്ങൾ മനസ്സിൽ അർപ്പിച്ച് ജപിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിപ്പോൾ വിളക്ക് കത്തിക്കാൻ സാധിച്ചില്ല എങ്കിലും നമുക്കൊരു ശനിദോഷങ്ങളുണ്ട്, ശനി കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലൊരു മന്ത്രം പോലെ എപ്പോഴും ഓ ശനിദേവായ നമ എന്ന് നമ്മൾ എപ്പോഴും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നതും ശനിദോഷങ്ങൾ കുറയ്ക്കുവാനായിട്ട് സഹായിക്കും. നമ്മുടെ തെറ്റുകൾ പൊറുക്കാൻ ശനിദേവനോടോ അയ്യപ്പസ്വാമിയോടോ പ്രാർത്ഥിച്ചുകൊണ്ട് 18 തവണയോ അല്ലെങ്കിൽ 108 തവണയോ ഈ നാമങ്ങൾ ഉരുവിടുന്നതിന് മനസ്സിന് വലിയ ശാന്തിയും ദോഷങ്ങളിൽ നിന്നും വലിയൊരു മോചനവും നൽകും. അതുപോലെ തന്നെ മനസ്സുരുകിയുള്ള പ്രാർത്ഥന. ശനിയാഴ്ചകളിൽ വൈകുന്നേരം ശാസ്താക്ഷേത്രത്തിലോ വീട്ടിലോ എള്ളുവിളക്ക് തെളിയിച്ച ശേഷം കൈകൾ കൂപ്പി എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങളും ദുരിതങ്ങളും നീക്കിത്തരണമേ എന്ന് പൂർണ്ണ വിശ്വാസത്തോടെ മനസ്സുരുകി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പ്രവൃത്തിയും പ്രാർത്ഥനയും തന്നെയാണ് ശനിദോഷങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള വലിയ മാർഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ശനിദോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും എളുപ്പമുള്ള മറ്റൊരു വഴി എന്ന് പറയുന്നത് അയ്യപ്പസ്വാമിയുടെ ശരണം വിളികളാണ്. ദിവസവും സന്ധ്യാസമയത്ത് വീട്ടിലിരുന്ന് കുറച്ചു സമയം ശരണം വിളിക്കുന്നത് വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ മാറാനായിട്ട് സഹായിക്കും. പറ്റുന്ന ശനിയാഴ്ചകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് ശനിക്ഷേത്രങ്ങളിൽ ശനിദേവനെ ആരാധിക്കുന്ന ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിലോ ഹനുമാൻ ക്ഷേത്രത്തിലോ ഒക്കെ പോകുന്നത്, നിങ്ങളുടെ അടുത്ത് ഏത് അമ്പലമാണോ ഉള്ളത് ആ അമ്പലത്തിൽ പോകാൻ കഴിയുന്ന സമയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രവൃത്തിയും. നമ്മുടെ ഈ ശനിദേവൻ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒക്കെ നമ്മളെ പരീക്ഷിക്കും. പക്ഷേ നമ്മുടെ സ്വഭാവ രീതികൾ, പെരുമാറ്റ രീതികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ നമ്മുടെ ശനിദോഷങ്ങൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ടും അനുഭവത്തിലും വരും. അതുപോലെ നമ്മുടെ പ്രവർത്തികൾ, പാവങ്ങളോടും എല്ലാവരോടും ദയാപൂർവം ഇടപെടാനും നമ്മുടെ സ്വഭാവത്തിലും സംസാര രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും നന്നായിരിക്കും. ഈ ശനിദോഷ സമയങ്ങളിലാണ് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ചറിയുന്നത് നമ്മുടെ ബന്ധുവാര്, ശത്രുവാര് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ശനിദോഷ കാലം എന്ന് പറയുന്നത്. ഒരു തിരിച്ചറിവിൻ്റെ കാലം കൂടിയാണ് ഈ ശനിയുടെ ദോഷ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കുറേ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ തിരിച്ചറിയാൻ കിട്ടുന്ന വലിയ ഒരു മുഹൂർത്തമാണ് ഈ ശനിദോഷ സമയം എന്ന് പറയുന്നത്. ഈ സമയങ്ങളിൽ നമ്മൾ പാലിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞതും. ഹനുമാൻ സ്വാമിയുടെ നാമം ഭക്തിയോടെ സ്മരിക്കുന്നതും ശനിദോഷങ്ങൾ അകറ്റാനായിട്ട് വളരെ ഉത്തമമാണ്. ഈ രീതിയിൽ നിങ്ങൾ മന്ത്രങ്ങൾ ജപിക്കുന്നത് തെറ്റിപ്പോകുമോ എന്നൊന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ ഭഗവാനെ മനസ്സറിഞ്ഞ് മനമുരുകി പ്രാർത്ഥിക്കുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം. ശനിദോഷകാലം എന്ന് പറയുന്നത് നമ്മളെ തകർക്കാനുള്ളതല്ല, മറിച്ച് ജീവിതത്തിൽ കൂടുതൽ അച്ചടക്കവും വിനയവും പഠിപ്പിക്കാനുള്ള കാലമാണ്. ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ വളരെ ലളിതമായിട്ട് ആർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. പൂർണ്ണമായ വിശ്വാസത്തോടും ശുദ്ധിയോടും കൂടി ഇത് ചെയ്താൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ശനിദേവന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും കിട്ടി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.